ಏನೇ ಅದು ಯಾರು? ಸರ್ ಸರ್, ನೀನು ಯಾರು? ಏನಾಯ್ತು ನಿನ್ಗೆ? ಏನೂ ಇಲ್ಲ, ನಾ ಮಾಲ್ಕೊಂಡು ಬಿಟ್ಟೆ. ಬಾ ಹೋಗೋಣ. ಏನೋ ದಾರಿ ಮರ್ತೋಯ್ತು, ಮಲ್ಗಿದಾನೆ. ನೀವು ಮಾತನಾಡಲು ಬಯಸುತ್ತಿರುವ ಕಸ್ಟಮರ್ ಈಗ ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದ ಹೊರಗಿದ್ದಾರೆ. ದಯವಿಟ್ಟು എന്താ ശനി, എന്തു പറ്റി? ജോർജി, ഷോ 120 ആയുള്ളൂ. നിനക്ക് പറ്റും. ഒരു 5 എണ്ണം കൂടി. ആ കഴിക്കൂ മോനെ. അങ്ങനെ കഴിക്കങ്ങോട്ട്. കഴിഞ്ഞ കൊല്ലത്തെ പള്ളിപ്പെരുന്നാളിന്റെ തീറ്റ മത്സരത്തിന് നീ 2 ഇഡ്ഡലിക്കാ തോറ്റുപോയത്. അത് നല്ല റിഹേഴ്സൽ ഇല്ലാത്ത കാരണമാന്ന്. ഇത്തവണ പിടിക്കണോടാ? അത് ഞാൻ പിടിക്കും. പക്ഷെ ഇത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രോത്സാഹന സമ്മാനം അമ്മച്ചി തരാന്ന് പറഞ്ഞ 2 പ്ലേറ്റ് താറാവ് റോസ്റ്റ് ഇല്ലേ, അതിപ്പോ തന്നെ തരും. അയ്യോടാ തരണ കുട്ടാ. കീപ് സൈലൻസ്. നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എന്റെ ഈ കളിയിലെ കോൺസെൻട്രേഷൻ കളയല്ലേ. എനിക്ക് ഈ കളി ഫിനിഷ് ചെയ്തിട്ട് വേണം അടുത്ത് ഗുസ്തി പ്രാക്ടീസ് ചെയ്യാൻ.
ആനയ്ക്ക് പോകാമെങ്കിൽ എന്റെ കുതിര ഇതുവഴി പോകും. അങ്ങനെ വീണ്ടും ഒരു കുണുക്കും കൂടെ വെച്ച് കുണുക്ക് വെക്കുന്ന ചീട്ടുകളിലല്ലടാ, ഇത് ക്യാരംസ് അല്ലേ? കൺഫ്യൂഷൻ ആക്കല്ലേ. കാലത്തെ തുടങ്ങിയ പരിശീലനം. എന്താ അപ്പച്ചനൊരു പുച്ഛം? കഴിഞ്ഞ തവണ നീ ഗുസ്തി മത്സരത്തിന് പോയിട്ട് ആദ്യത്തെ ഇടിക്ക് തന്നെ ബോധം കെട്ട് വീണില്ലടാ. ഛേ, അപ്പച്ച ബോധം കെട്ട് വീണതല്ല, പിന്നെ? വെള്ളത്തിൽ ചവിട്ടിയപ്പോ സ്ലിപ്പായി വീണതല്ലേ. അതിന് ഗോതയിൽ എവിടെയാടാ വെള്ളം? എന്റെ അപ്പച്ച അവനാ ഫൗള് കാണിച്ചത്. അമ്മച്ചി കേൾക്കണം, ഞാൻ ഇടിക്കാനായിട്ട് കൈതേ ഇങ്ങനെ റെഡിയാക്കി വന്നപ്പോഴത്തേനും ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ കാല് വലിച്ചെന്റെ അടിനാഭിക്കിട്ടൊരു തൊഴി, മൂത്രം ചരപരപരപരാന്നങ്ങ് പോയി. ആ വെള്ളത്തിൽ ചവിട്ടിയാ ഞാൻ വീണത്, അല്ലാതെ ബോധം കെട്ട് വീണതല്ല. അത് എന്റെ തെറ്റാണോ അമ്മച്ചി? അയ്യോ, എന്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മതിയടാ, കടകുണാന്ന് പറഞ്ഞിരിക്കാതെ വേഗണീറ്റ് മില്ലിലോട്ട് പോയിക്കേ. ഞാൻ പോകില്ലപ്പ. ഇന്നലെ ഞാനല്ലേ പോകാതിരുന്നത്, അപ്പൊ ഇന്ന് ടോണി പോട്ടെ. ഹ, വേണ്ട, അവൻ കോറിലോട്ട് പോട്ടെ. കോറിൽ ഞാൻ പോകില്ലപ്പാ. അതെന്താ? കോറിലെ പൊടി അടിച്ച് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞ രണ്ടെണ്ണത്തിനും മേലനങ്ങി പണിയെടുക്കാൻ പറ്റില്ല. വേണ്ട, കേറി വരുമ്പോൾ ഉരുട്ടി വിഴുങ്ങാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ തള്ള. ഞാൻ തന്നെ പോയിക്കോളാം കോറിയിലും മില്ലിലും ഒക്കെ. ചേട്ടാ, കാശിന്റെ കാര്യം പറ. ഓ, കാശിന്റെ കാര്യം നീ വാ. അമ്മച്ചി സാമ്പാറിൽ വീണ തേരും കുതിരയൊക്കെ മാറ്റി വെക്കണേ. എപ്പച്ചേ, എപ്പച്ചേ. സാമിന്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ കുറച്ച് കാശ് വേണം. ഞങ്ങള് കസിൻസ് അല്ലേപ്പാ, കല്യാണത്തിന് മിന്നിക്കണ്ടേ? കസിൻസ് മിണ്ടരുത്. 24 മണിക്കൂർ അവന്റെ വാലെ തൂങ്ങി നടപ്പാ. എന്നിട്ട് കല്യാണം അറിയിച്ചതോ ഉറപ്പിച്ചതിന് ശേഷം. നാണമില്ലടാ നിനക്കൊക്കെ? അപ്പച്ച, ഒരു നാണവും ഇല്ല. ഉറപ്പായിട്ടും പോണം. ഈ അപ്പച്ചന് ഇത് എന്നാത്തിന്റെ കേടാ. നീയൊന്നും ഒരു കാലത്തും നന്നാവത്തില്ലടാ. നിന്നെയൊക്കെ ഉപദേശിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ. അത് ഞങ്ങൾ ചെയ്യില്ലപ്പാ. അടി കൊണ്ട് അപ്പം കിടപ്പിലായ ആര് പോവും മില്ലും കോറിലൊക്കെ, അല്ലേ? ഈ അപ്പച്ചനൊരു മൂരാച്ചിയാണ് കേട്ടോ. വിഷമിക്കണ്ടാ മക്കളെ, ഡ്രസ് എടുക്കാനുള്ള പൈസ അമ്മച്ചി തരാന്ന്. നമ്മള് കസിൻസേ ഒരുപോലത്തെ ഡ്രസ് ഇട്ടാ മതി കേട്ടോ. അതെങ്ങനെ ശരിയാവും? ഈ വണ്ണം കൂടുതലല്ലേ? ഇടാ മണ്ട, ഒരേ അളവെന്നല്ല ഉദ്ദേശിച്ചത്, ഒരേ പോലത്തെ. ആ, അപ്പൊ എടുത്തിട്ട് വലുതാക്കല്ലേ? ഓ, നീ മണ്ടത്തരം പറച്ചിൽ നിർത്തിയിട്ട് ആ ഫോൺ എടുത്ത് ജോർജി ഒന്ന് വിളിച്ചേ. ആ, കിട്ടിയോ? എടുക്കണില്ല. ഒന്നുകൂടെ വിളിക്കടാ. എടുത്തു. എവിടെയാന്ന് ചോദിക്കടാ. നീ എവിടെയാ? ദേ അവൻ തെറി പറയണ. എന്താടാ ഡാ ജോർജി, നീ എവിടെയാ? അതല്ലടാ പറഞ്ഞു, ഞാൻ തിരക്കിലാണ്. ഇവിടെ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ ഒരു ലാത്തി ചാർജ് കവർ ചെയ്തോണ്ടിരിക്കുക. പോലീസുകാരുടെ ബൂട്ടിടല. നീ കാര്യം പറ. എടാ, സാമിന്റെ കല്യാണത്തിന് നമുക്കിടാനുള്ള ഡ്രസ് എടുക്കണ്ടേ? ഇനി 2 ദിവസമേ ഉള്ളൂ. ആ, നിങ്ങൾ വിട്ടോ, ഞാൻ എത്തിക്കോളാം. തെരുവിൽ സമരക്കാരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യം കുറച്ച് കഴിയുമ്പോ യവമാരെ പിടിച്ച് വണ്ടി കയറ്റും. അതോടൊന്ന് കവർ ചെയ്തേക്കാം. ഞാനൊന്ന് മുങ്ങാം. കസിന്റെ കല്യാണം. ഓക്കെ? എടാ പോളി, നീ ഒറ്റ ഒരുത്തം കാരണമാണ് ലേറ്റ് ആയത്. ഞാനോ? 7 മണിക്ക് തിന്നാൻ തുടങ്ങിയതാ ഇവൻ. 10 തീർന്നു. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒന്ന് വേഗം വാ, തീരാറായി കാണും. മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ. കസിൻസാ, കുറച്ച് ലേറ്റായി പോയി. സാം, മിശിഹായുടെ കൽപ്പനകളും തിരുസഭയുടെ നിയമങ്ങളും അനുസരിച്ച് ഈ നിൽക്കുന്ന ട്രീസയെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? 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 സാം, നിനക്ക് ഈ നിൽക്കുന്ന ട്രീസയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? അതെങ്ങനെ ശരിയാവോ? ഈ നിൽക്കുന്ന ആനയല്ലേ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? സാം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ വെച്ചോ? 8ാം ക്ലാസ്സിൽ തുടങ്ങിയതല്ലേ? ഇവിടെ വഞ്ചിച്ചിട്ട് എനിക്ക് എങ്ങനെയാ വെച്ചോ? ഒന്ന് പറഞ്ഞു കൊടുക്കണം ജോർജി. നീയല്ലേ പറഞ്ഞത് ഒളിച്ചോടണ്ട, പള്ളി വെച്ച് കെട്ടി നടത്താൻ നോക്ക്. ഞാനോ? എപ്പാ?
സ്വാമി എന്താണിത്? ആനി വീട്ടിലേക്ക് വാടി. എനിക്ക് ഇന്ന് രണ്ടിനൊന്നും അറിയണം. പീറ്ററെ ഒന്ന് നില്ല്, ഞാനൊന്ന് പറയട്ടെ. അച്ഛനൊന്നും പറയണ്ടോ? ഈശോ, ഞാനിവിടെ കൊല്ലും, നോക്കിക്കോ. തിരിച്ചു വരുമ്പോ എനിക്ക് കുമ്പസാരി കൂടെ ഒരുക്കി വെച്ചോ. കർത്താവേ, ഒരു മരണമണിയാണല്ലോ ഞാൻ ഈ കേൾക്കുന്നത്. വാടി ഇങ്ങോട്ട്. മാറി നിൽക്കണം. എടാ ജോർജ്, അവളെ കൊണ്ടുപോകണമെന്ന് പറയണം. അവളോട് പോകണമെന്ന് പറയണം.